നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ കൊമ്മാടി മട്ടാഞ്ചേരി റോഡും ആറാട്ടുവഴി കളപ്പുര പാലങ്ങളും ശനിയാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് റോഡിന്റെയും പാലങ്ങളുടെയും ഉദ്ഘാടനം നടത്തും. വയറ്റിൽ കത്രിക കണ്ടെത്തിയതിനെ തുടർന്ന് പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫിന് ചികിത്സ ഒരുക്കി നൽകിയത് തന്റെ കടമയുടെ ഭാഗമായിട്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഉഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22-ന് നടത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ NTBR സൊസൈറ്റി മീറ്റിംഗിൽ തീരുമാനം. ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ. മാവേലിക്കര താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേലൻ മഹാസഭ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിളംബര സമ്മേളനം ഈ മാസം 8-ന് നടക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് വേലൻ മഹാസഭ ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. കരാറുകാരെ സർക്കാർ ശ്വാസം മുട്ടിക്കുന്നതായി ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ആലപ്പുഴ കൊമ്മാടി മട്ടാഞ്ചേരി റോഡും ആറാട്ടുവഴി കളപ്പുര പാലങ്ങളും ശനിയാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് റോഡിന്റെയും പാലങ്ങളുടെയും ഉദ്ഘാടനം നടത്തും. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കും. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കൊമ്മാടി മട്ടാഞ്ചേരി റോഡിന്റെയും ആറാട്ടുവഴി കളപ്പുര പാലങ്ങളുടെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് റോഡിന്റെയും പാലങ്ങളുടെയും ഉദ്ഘാടനം നടത്തും. കൊമ്മാടിപ്പാലത്തിന് സമീപം അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിക്കും. KC വേണുഗോപാൽ MP, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കേരള റോഡ് ഫണ്ട് ബോർഡ് 12.5 കോടി രൂപ ചെലവഴിച്ചാണ് കൊമ്മാടിപ്പാലം മുതൽ മട്ടാഞ്ചേരി പാലം വരെ BMBC നിലവാരത്തിൽ നടപ്പാതയോടുകൂടി ആധുനിക രീതിയിൽ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത്. കൂടാതെ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവിലാണ് ആറാട്ടുവഴി കളപ്പുര പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതിന്റെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വയറ്റിൽ കത്രിക കണ്ടെത്തിയതിനെ തുടർന്ന് പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫിന് ചികിത്സ ഒരുക്കി നൽകിയത് തന്റെ കടമയുടെ ഭാഗമായിട്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഉഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. വയറ്റിൽ കത്രിക കണ്ടെത്തിയതിനെ തുടർന്ന് പുന്നപ്ര സ്വദേശിനി ഉഷ ജോസഫിന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ഒരുക്കിയത് തന്റെ കടമ മാത്രമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുന്ന ഉഷ ജോസഫിനെ ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലെത്തി സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഉഷയ്ക്ക് 24 മണിക്കൂറിനുള്ളിൽ ചികിത്സ ലഭ്യമാക്കണമെന്ന് സർക്കാരിനോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വളരെ ലാഘവത്തോടെയാണ് ആ വിഷയത്തിൽ സർക്കാരും ആരോഗ്യ വകുപ്പും ഇടപെട്ടത്. അതിനാലാണ് ഒരു കടമയെന്ന രീതിയിൽ ഉഷയ്ക്ക് ചികിത്സ ഒരുക്കാൻ താൻ മുൻകൈയെടുത്തതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. സർക്കാരിന്റെ മനുഷ്യത്വരഹിതമായ നടപടിയിൽ കൂടുതൽ പറയുന്നില്ല. കത്രിക അകത്ത് വെച്ചവരല്ല സർക്കാരിന്റെ മുന്നിൽ കുറ്റക്കാർ, എന്നാൽ പ്രതിഷേധിച്ചവരെയാണ് കുറ്റക്കാരായി കാണുന്നത്. അതിനാലാണ് ജാമ്യം പോലും കൊടുക്കാതെ അവരെ ജയിലിലടച്ചത്. ഇതാണ് പിണറായി ഭരണമെന്നും KC വേണുഗോപാൽ MP പരിഹസിച്ചു. മാധ്യമങ്ങളെ കണ്ടത് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു അനുഭവമായിരുന്നു. നമുക്ക് തന്നെ അറിയാം, 5 വർഷമൊക്കെ ഒരു ഉപകരണം വയറ്റിൽ കിടന്നുകൊണ്ട് അറിയാതെ കൊണ്ടു നടക്കുക, അതിൻ്റെ വിഷമവും പെയിനും അനുഭവിക്കുക. മനസ്സിലാവാത്ത കാര്യം, ഇത് പല പ്രാവശ്യവും അവർ സ്കാൻ ചെയ്തിട്ടും കണ്ടുപിടിച്ചിട്ടില്ല, ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിട്ടില്ല. അന്ന് രാവിലെ മനസ്സിലാക്കിയിട്ടും അവർ വീട്ടിൽ പോകാനാണ് പറയുന്നത്, തിങ്കളാഴ്ച വരാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊരു ലാഘവത്തോടെയാണ് ഈ സമീപനം കാണിച്ചത്. ഇത് മാധ്യമങ്ങളുടെ വന്നപ്പോൾ ഞാനന്ന് പറഞ്ഞു, 24 മണിക്കൂറിനകം ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് പൂർണ്ണ ചികിത്സ ഒരുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഒരു പ്രതികരണം ഞാൻ കാണുകയുണ്ടായില്ല. ഇനിയും അപ്പോഴാണ് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കടമയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതപ്പം അവരുടെ ജീവിത പശ്ചാത്തലം, ഒരു തൊഴിലുറപ്പ് തൊഴിലാളി, അവരുടെ ജീവിതത്തിനിടയിലുണ്ടായ ഏറ്റവും ദുരനുഭവങ്ങളിലൊന്ന്, അത് മാറ്റിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് സമൂഹത്തിന് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഏറ്റെടുത്തു. മാതാപിതാക്കളുടെ അധികാരികളുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി.
അവർ ആശുപത്രിയിലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു, എല്ലാം ഏർപ്പാട് ചെയ്തു. അവരോട് പ്രത്യേകമായിട്ട് നന്ദി പറയാൻ സമർപ്പിക്കുകയാണ് ഈ ഗൗരവതരമായ കാര്യത്തിൽ. പിന്നെ എല്ലാ കാര്യത്തിലും ആ കുടുംബത്തിനോടൊപ്പം ഞങ്ങളെല്ലാം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22 നടത്താൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ NTBR സൊസൈറ്റി മീറ്റിംഗിൽ തീരുമാനമായി. ജലോത്സവങ്ങളുടെ പൂരമായ ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22 നടത്താൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. തിരുവോണത്തിന് തൊട്ടു മുൻപുള്ള ശനിയാഴ്ച എന്നത് പരിഗണിച്ചാണ് തീരുമാനം കൈക്കൊണ്ടത്. ഓണാഘോഷവേളയിൽ ജലമേള സംഘടിപ്പിക്കുന്നത് പ്രവാസികൾ ഉൾപ്പെടെയുള്ള കാണികളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കും എന്നാണ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. നേരത്തെ ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ചയായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിയിരുന്നത്. എന്നാൽ മഴ മൂലം പലപ്പോഴും വള്ളംകളി മാറ്റിവെക്കേണ്ടി വന്നതോടെയാണ് ഈ രീതി മാറാൻ ബോട്ട് റേസ് സൊസൈറ്റി ആലോചിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്താണ് ജലമേള സംഘടിപ്പിച്ചത്. ഇത്തവണത്തെ ജലമേളയ്ക്ക് കൂടുതൽ സ്പോൺസർമാരെ കണ്ടെത്താനും ഇതോടെ സാധിക്കും. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, നഗരസഭാ അധ്യക്ഷ മൊളി ജേക്കബ്, NTBR എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CK സദാശിവൻ, RK കുറുപ്പ്, ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ അഭിപ്രായപ്പെട്ടു. മാവേലിക്കര താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ അഭിപ്രായപ്പെട്ടു. മാവേലിക്കര താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ പരിധി വർദ്ധിപ്പിക്കുകയാണിപ്പോൾ. അതിനാൽ വിപുലമായ സൗകര്യങ്ങൾ ഓഫീസിന് ആവശ്യമായിരുന്നു. 11,000-ൽ അധികം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ലൈബ്രറി അടക്കമുള്ള സൗകര്യങ്ങൾ മാവേലിക്കര താലൂക്ക് ഓഫീസിൽ ഒരുക്കിയിട്ടുണ്ട്. ഭൂരഹിതമില്ലാത്ത കേരളം ഈ സർക്കാരിന്റെ സ്വപ്നമായിരുന്നു. ഇതിന്റെ ഭാഗമായി 4,56,000-ൽ അധികം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന അത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. ഇത് നമുക്ക് കൂടുതൽ വിപുലീകരിക്കാൻ 2016 30,000-35,000 കോടി രൂപ ബഡ്ജറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 2 ലക്ഷം കോടിയിലേക്ക് കേരളത്തിന്റെ ബഡ്ജറ്റ് മാറി. അഭൂതപൂർവമായ മാറ്റമാണ് നമ്മുടെ ബഡ്ജറ്റ്. MS അരുൺകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ, മാവേലിക്കര നഗരസഭാ അധ്യക്ഷ ലളിത രവീന്ദ്രനാഥ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K മധുസൂദനൻ, C അനു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീല രവീന്ദ്രൻ, ഉണ്ണിത്താൻ, പ്രിയ വിനോദ്, രാജേഷ് കുമാർ, S ശോഭന, ADM ആശാസി എബ്രഹാം, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വേലൻ മഹാസഭ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിളംബര സമ്മേളനം ഈ മാസം 8-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള വേലൻ മഹാസഭയുടെ 1 വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ വിളംബര സമ്മേളനം ഈ മാസം 8-ന് വൈകിട്ട് 5 മണിക്ക് ചേർത്തലയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേർത്തല VTAM ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ പ്രസിഡന്റ് KK ഹരിദാസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. സമ്മേളനത്തിന് മുന്നോടിയായി വൈകിട്ട് 3 മണിക്ക് ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ ചേർത്തല DYSP T അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഇത്. ചേർത്തലയിൽ അതിന്റെ വിളംബര സമ്മേളന ഘോഷയാത്രയും സമ്മേളനവും വെച്ചിട്ടുണ്ട്. VD സതീശൻ ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം. മറ്റ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. വേലൻ മഹാസഭ കേരളത്തിലെ 2ാമത് പട്ടികജാതി സംഘടന. KPMS കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ പട്ടികജാതി സംഘടനയാണ് കേരള വേലൻ മഹാസഭ.
2016 വൈക്കത്ത് വെച്ച് വലിയ ഗംഭീരമായ രീതിയിൽ നവതി ആഘോഷം നടത്തി. ഇപ്പോൾ 2026 ഇപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി വിളംബര സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനം ഇത്രയും പെട്ടെന്ന് നമ്മൾ ദ്രുതഗതിയിൽ നടത്താൻ തീരുമാനിച്ചത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം. അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യവും. കാലാകാലങ്ങളായി 100 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഈ മഹാസഭയ്ക്ക് മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്നും ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സംവരണ സീറ്റുകളിൽ വേലൻ മഹാസഭാ പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, സർക്കാർ പിടിച്ചെടുത്ത വേലൻ സമുദായത്തിന്റെ 5 സ്കൂളുകൾ തിരികെ നൽകുക, ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ബോർഡുകളിലും കോർപ്പറേഷനുകളിലും ഉപദേശക സമിതിയിലും സഭയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുക, സമഗ്രമായ പട്ടികജാതി സെൻസസ് നടപ്പാക്കുക എന്ന ആവശ്യങ്ങൾ സഭ മുന്നോട്ട് വയ്ക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വേലൻ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് കെ ഹരിദാസ്, ജനറൽ സെക്രട്ടറി ജോഷി പരമേശ്വരൻ, സംസ്ഥാന സമിതി അംഗം MS ബാഹുലയൻ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കരാറുകാരെ സർക്കാർ ശ്വാസം മുട്ടിക്കുന്നതായി ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗവൺമെന്റ് കരാറുകാരുടെ മേൽ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഉത്തരവുകൾ സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ കരാർ രജിസ്ട്രേഷൻ ഇനത്തിൽ അടയ്ക്കേണ്ട ഡെപ്പോസിറ്റ് തുക 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഇൻഷുറൻസ് തുകയും കൂട്ടി. മാസങ്ങളായി 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ മാറുന്നില്ല. പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന് ശേഷം 3 മാസം കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് സിസ്റ്റത്തിലൂടെ തുക നൽകുന്നുണ്ട്. എന്നാൽ ഇതിന് 5% പലിശ കരാറുകാർ വഹിക്കേണ്ടി വരുന്നതായും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ ബില്ലുകൾ കിട്ടിയിട്ട് വർഷങ്ങളായി. അത് കൂടാതെ ഇപ്പം ഞങ്ങളെ ഉപദ്രവിച്ചിട്ടിരിക്കുന്നത് ഇപ്പം ലൈസൻസ് പുതുക്കുന്നതിന് 6 ലക്ഷം രൂപ കൊടുക്കണം. ആ രീതിയിലേക്കൊക്കെ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വികസനം എന്ന് പറഞ്ഞ ഇവിടെ എപ്പോഴും ഉദ്ഘാടനം നടക്കുന്നുണ്ട്, പക്ഷേ വർക്ക് ചെയ്ത കോൺട്രാക്ടർമാർക്ക് പൈസ കിട്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ ആ പാട് ഊരാളുകൾ സൊസൈറ്റിക്ക് മാത്രം കാശ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കരാറുകാർ പലരും മാറിക്കൊണ്ടിരിക്കും. ഇത്രയും ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഈ ലൈസൻസിന് ഇത്രയും രൂപ കൊടുത്ത് വർക്ക് എടുത്താൽ പൈസയും കിട്ടത്തില്ല. ഇതിൽ ഒരുപാട് കരാറുകാർ എല്ലാ ജില്ലകളിൽ നിന്നും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ സെക്യൂരിറ്റി വെച്ച് കഴിഞ്ഞാൽ 5% സെക്യൂരിറ്റി ആക്കണം. ഇപ്പോൾ 2 കൊല്ലം വർക്ക് എടുത്താൽ അതിൻ്റെ 5% വെക്കും. അത് 5 വർഷം കഴിഞ്ഞാണ് അത് കിട്ടുന്നത്. അതായത് 2 മെയിൻ്റനൻസ് വർക്ക് കഴിയണം കാലാവധി, അപ്പോഴാണ് സെക്യൂരിറ്റി കിട്ടുന്നത്. അതുപോലെ തന്നെ മുദ്രപത്രങ്ങൾ, ഈ വർക്കിൻ്റെയൊക്കെ ഒരു 1.1% ഞങ്ങൾ അടക്കണം. പണ്ടൊക്കെ 200 രൂപ പത്രം മതിയായിരുന്നു. അപ്പോൾ കോൺട്രാക്ടർമാരെ എന്തെല്ലാം ഉപദ്രവിക്കാൻ പറ്റും. ഇത്തരത്തിൽ കരാർ മേഖലയെ ശ്വാസം പൊട്ടിക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് A ജോസഫ്, സെക്രട്ടറി KG പ്രഭാകരൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി തോമസ് കളരിക്കൽ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ കൊമ്മാടി മട്ടാഞ്ചേരി റോഡും ആറാട്ടുവഴി കളപ്പുര പാലങ്ങളും ശനിയാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് റോഡിന്റെയും പാലങ്ങളുടെയും ഉദ്ഘാടനം നടത്തും. വയറ്റിൽ കത്രിക കണ്ടെത്തിയതിനെ തുടർന്ന് പുന്നപ്ര സ്വദേശിനിയായ ഉഷ ജോസഫിന് ചികിത്സ ഒരുക്കി നൽകിയത് തന്റെ കടമയുടെ ഭാഗമായിട്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഉഷയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 22-ന് നടത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ NTBR സൊസൈറ്റി മീറ്റിംഗിൽ തീരുമാനം. ജില്ലയിലെ 55 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. മാവേലിക്കര താലൂക്ക് ഓഫീസ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേലൻ മഹാസഭ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വിളംബര സമ്മേളനം ഈ മാസം 8-ന് നടക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് വേലൻ മഹാസഭാ ഭാരവാഹികൾ ഇക്കാര്യം വ്യക്തമാക്കിയത്. കരാറുകാരെ സർക്കാർ ശ്വാസം മുട്ടിക്കുന്നതായി ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.